Assalamualaikum, welcome back to another video. ഞാൻ ഇന്നിവിടെ ഒരു ലെബനീസ് സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു അടിപൊളി ഡെസേർട്ടാണ്, നല്ല വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതിൻ്റെ പേരാണ് കത്തായഫ്. ഇൻഗ്രീഡിയൻസ് ഇത്രയൊക്കെ കണ്ട് നിങ്ങൾ നെട്ടുണ്ട് കേട്ടോ. ഞാൻ 3ആയി കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം തന്നെ 2 പാത്രങ്ങളിലായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം നോക്കാം. ആദ്യം തന്നെ കസ്റ്റർഡ് ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡറും 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് കസ്റ്റർഡ് പൗഡറും കോൺഫ്ലോർ പൗഡറും പാലും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ച് ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ വേഗം കട്ട പിടിക്കും. ഇതുപോലെ തിക്ക് കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം ചൂടാക്കി ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഒരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടറും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യുക. ഷുഗർ സിറപ്പും കൂടി നമുക്ക് വേറൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് മൈദ, 1 കപ്പ് വെള്ളം, 1/2 കപ്പ് റവ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ ഒരു പിഞ്ച് ഉപ്പും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പിസ്ത എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് മൈദ, 1/2 കപ്പ് റവ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി 1 കപ്പ് വെള്ളം കുറേശ്ശെയായി ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 10 മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് മിക്സ് ചെയ്യുക. റവ ആയതുകൊണ്ട് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഒരു തവ ചൂടാക്കി ഇതിൻ്റെ മുകളിലായിട്ട് 2 ടേബിൾ സ്പൂൺ ബാറ്റർ ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഒന്ന് ചുട്ടെടുക്കുക. മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് കാണാൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നമ്മളിത് ചുട്ട് കഴിഞ്ഞാൽ ഒരു ക്ലോത്തിൻ്റെ മുകളിലേക്ക് വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ അകത്തായി 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ഫില്ലിങ്ങും
കുറച്ച് പിസ്താഷ്യോസും കൂടി ഇട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പും കൂടി ഒഴിച്ച് ഇതൊന്ന് സെർവ് ചെയ്യുക. നല്ല വെറൈറ്റി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.